അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? അതിനായി ടെക് PSC അവതരിപ്പിക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ സക്സസ് ബൂസ്റ്റർ പാക്കേജ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ കുറച്ച് PYQs നോക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. When ordering cost is increased 4 times, the EOQ will be increased to 2 എന്നാണ് ചോദ്യം. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പല രീതിയിൽ. അതായത് ഇതുപോലെ നമുക്ക് അറിയാം, ഇക്വേഷൻ അറിയാം. നമുക്ക് അതിന് മുമ്പ് എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലെ? ഒരു ഐഡൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യണം ടു മീറ്റ് ദ ഡിമാൻഡ് വൈൽ മിനിമൈസിങ് ദ കോസ്റ്റ്. അപ്പോ എന്താ പറയാ, നമ്മുടെ കോസ്റ്റ്, നമ്മുടെ കയ്യിലുള്ള കൂടുതൽ ചെലവായി പോകാതെ ഒരു ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെന്ററി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പം ഐഡിയൽ ക്വാണ്ടിറ്റി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ വരും, അപ്പൊ നഷ്ടം ഉണ്ടാവും. സോ അതാണ് EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. കൃത്യമായി എത്ര ലെവലിൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ആയാലും ശരി, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയാലും ശരി, സ്റ്റോർ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിന് കുറച്ചൊരു ഐഡിയ തരുന്നതാണ് EOQ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. EOQ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ഡിമാൻഡ് ഇൻറ്റു ഷോർട്ടായിട്ട് CO എന്ന് പറയും, ദാറ്റ് ഈസ് ഓർഡറിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ CC, ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി, നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? 2 ഇൻറ്റു ഡിമാൻഡ് നമുക്ക് അതുപോലെ ഇടാം. പിന്നെ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഓർഡറിംഗ് കോസ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് 4 ടൈംസ്, അത് 4 ഇരട്ടിയായിട്ട് കൂട്ടി. സോ 4 CO എന്ന് നമുക്ക് എഴുതാം, 4 CO എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം അതുപോലെ തന്നെ CC. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് നമുക്കറിയാം, അല്ലെ? നമുക്ക് അല്ലെ, റൂട്ടിന്റെ അകത്താണ് ഈ 4 ഉള്ളത്. അപ്പോ നമുക്ക് അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 2 ഇൻറ്റു റൂട്ട് ഓഫ് 2 DCO ബൈ CC. സോ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ടൈംസ് ആണല്ലേ, 2 ടൈംസ് EOQ ആണ്. സോ നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ എത്തി, 2 ടൈംസ്. ഇതുപോലെ ഈ പറഞ്ഞ വാല്യൂസ് ഓർഡറിംഗ് കോസ്റ്റ് ആയാലും ശരി, ക്യാരിയിങ് കോസ്റ്റ് ആയാലും ശരി, ഡിമാൻഡ് ആയാലും ശരി, അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് അവർ ചോദ്യത്തിൽ ചോദിക്കാം. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. EOQ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ആൻസർ ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് നിങ്ങൾ സ്ലൈഡ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി. നമുക്ക് ആ ഇക്വേഷൻ ഉണ്ട്, അതിന്റെ അകത്ത് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എവിടെ എന്തിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വിൽ ഗെറ്റ് 2 ടൈംസ് ഓഫ് EOQ. സോ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലെ പല ട്വിസ്റ്റ് ചെയ്ത് പല രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ് എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒരു നോട്ടായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സഹായിക്കും, അതുകൊണ്ടാണ് ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇസ് എ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് മോഡൽ ഡെവലപ്ഡ് ബൈ W ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളാണ് ആക്ച്വലി അത് കണ്ടുപിടിച്ചത്, EOQ മോഡൽ. പിന്നെ ഹോൾഡിംഗ് കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓർഡറിംഗ് കോസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ എന്താ പറയാ, ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്ന റെന്റ്, യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ്, ഒബ്സോളസെൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പഴക്കം കൊണ്ടുണ്ടാവുന്ന, നമ്മൾ കുറെ കാലം അത് സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ എന്താ പറയാ, കാലഹരണപ്പെടുമ്പോ ഉള്ള ചില നഷ്ടങ്ങൾ, അതിനെയാണ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയാം. അതും വരും, ഒബ്സോളസെൻസ് കോസ്റ്റിൽ അതും വരും. ഓക്കെ, ദെൻ ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ട്, നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ്, അതും നമ്മൾ പറഞ്ഞായിരുന്നു, ലൈക്ക് ഷിപ്പിംഗ്, ഹാൻഡ്ലിംഗ്, പ്രോസസിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഫൈൻ. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇൻ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ദ ഡോക്യുമെന്റ് വിച്ച് ഓത്തറൈസസ് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ ഇൻ ഷോപ്പ് ഫ്ലോർസ്. അപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ട് ഡിസ്പാച്ച് ഓർഡർ ഉണ്ട്, റൂട്ട് പ്ലാൻ ഉണ്ട്, ലോഡിംഗ് ചാർട്ട് ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്. സോ ഇത് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് A ആണ്. അപ്പൊ എങ്ങനെ എയിലോട്ട് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. അപ്പൊ ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്ലാനിങ് ആണ് അല്ലെ. പ്ലാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൂട്ടിംഗ് ആണ്. റൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിംഗ് കഴിഞ്ഞാൽ ലോഡിംഗ് ആൻഡ് ഡിസ്പാച്ചിങ്. നമ്മൾ ഒരുമിച്ചാ പറയാ, ലോഡിംഗ് ആൻഡ് ഡിസ്പാച്ചിങ്. ഓക്കെ, ലോഡിംഗ് ആൻഡ് ഡിസ്പാച്ചിങ്, L&D എന്ന് ഞാൻ ഇട്ടു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫോളോ അപ്പ് ആണ്. സോ ഈ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ലോഡിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ഡോക്യുമെന്റ് വിച്ച് ഓതറൈസസ് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ ഇൻ ഷോപ്പ് ഫ്ലോർ. പണി ചെയ്തു തുടങ്ങുന്ന എപ്പോഴാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഷോപ്പ് ഫ്ലോറിൽ എന്താ, നമ്മൾ പണിയെടുക്കുകയാണ് അല്ലെ. അപ്പോ ആദ്യം പ്ലാനിങ് ചെയ്തു, പിന്നെ ഈ പറഞ്ഞ പോലെ റൂട്ടിംഗ് ചെയ്തു, ഏതൊക്കെ എങ്ങനെയൊക്കെ, അതായത് ഈ പ്ലാനിങ് ചെയ്ത ശേഷം റോ മെറ്റീരിയൽസ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? അതിനായി ടെക് PSC അവതരിപ്പിക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ സക്സസ് ബൂസ്റ്റർ പാക്കേജ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിലും. ഏതൊക്കെ റൂട്ട് വഴി പോകണം അതുപോലെ റൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ മെഷീൻസ് എപ്പോഴൊക്കെ വർക്ക് ചെയ്യണം ഷെഡ്യൂൾ ചെയ്തു. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ആ റോ മെറ്റീരിയൽസ് മെഷീനിൽ ലോഡ് ചെയ്തു. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ വർക്ക് ചെയ്യുന്നു. അതിനെയാണ് ആക്ച്വലി ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ദ ഡോക്യുമെന്റ് വിച്ച് ഓതറൈസസ് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ. സോ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെഷീൻ വർക്ക് ചെയ്യണ്ടേ ഇൻ ദ ഷോപ്പ് ഫ്ലോർ, ദാറ്റ് ഈസ് ഡിസ്പാച്ച് ഓർഡർ എന്നാണ് വരുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The dispatch order is the document that authorizes the start of an operation in the shop floor. So dispatching is the process of releasing orders and instruction for the start of the production of for any item in acceptance with the route sheet and schedule charts. നമ്മുടെ റൂട്ടിങ്ങും ഷെഡ്യൂളിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കൃത്യമായി ഏതൊക്കെ മെഷീനിലോട്ടാണ് ഏതൊക്കെ റോ മെറ്റീരിയൽസ് പോകേണ്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ റൂട്ടിങ്ങിലും ഷെഡ്യൂളിങ്ങിലും പറഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് അത് അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്തു. ഓക്കെ, സോ ഡിസ്പാച്ചിങ് ഓതറൈസസ് ദ സ്റ്റാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ബൈ റിലീസിംഗ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണന്റ്സ് ഫ്രം സ്റ്റോർസ് ടു ദി ഫസ്റ്റ് പ്രോസസ്. ഏത് പ്രോസസ് ആണോ ചെയ്യുന്നത് ആ പ്രോസസ്. റിലീസിംഗ് മെറ്റീരിയൽ ഫ്രം പ്രോസസ് ടു പ്രോസസ്. ഒരു പ്രോസസ് കഴിഞ്ഞു അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നു. ഇഷ്യൂയിങ് ഡ്രോയിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഷീറ്റ്. സോ എങ്ങനെയൊക്കെയാണ് അത് പ്രോസസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അല്ലെ, പ്ലാനിങ് പറഞ്ഞു. ആദ്യം P എന്ന് ഞാൻ എഴുതി അല്ലെ. പ്ലാനിങ് ആദ്യം ചെയ്തു. ഡിറ്റർമിൻസ് വാട്ട്, ഹൗ ആൻഡ് ബൈ ഹൂം സംതിങ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ദെൻ റൂട്ടിംഗ്, കൃത്യമായിട്ട് റൂട്ട് ചെയ്തു. ഡിറ്റർമിൻ ദ പാത്ത് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ദ ഫാക്ടറി. ദെൻ ഷെഡ്യൂൾ ചെയ്തു, ഏതൊക്കെ മെഷീനിൽ അത് വർക്ക് ചെയ്യും. ഡിറ്റർമിൻസ് വെൻ ആൻ ഓപ്പറേഷൻ വിൽ ബി കംപ്ലീറ്റഡ്, എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും, ഏത് മെഷീനിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ചിങ് വരുന്നത്. ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് വേർ പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ്. ദെൻ ഫോളോ അപ്പ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ഫോളോ അപ്പ് ചെയ്യണം. എപ്പോഴൊക്കെയാണ് റോ മെറ്റീരിയൽസ് തീരുന്നത് അതനുസരിച്ചിട്ട് പിന്നെയും റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യണം. ട്രാക്കിംഗ് ദ വർക്ക് എഫോർട്ട് ടു എൻഷുർ പ്ലാൻസ് ആർ ബീയിങ് ഇംപ്ലിമെന്റഡ്. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുന്നതാണ് ഫോളോ അപ്പ് എന്ന് പറയാം. ഓക്കെ, സപ്പോ ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറൊരു സ്ലൈഡിൽ കാണാൻ പറ്റും. പ്ലാനിങ് കഴിഞ്ഞു, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, പിന്നെ ലോഡിംഗ് ഡിസ്പാച്ചിങ് കൂടെ ഒരുമിച്ച് വരും. അത് കഴിഞ്ഞ് ഫോളോ അപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആൻസർ വരുന്നത് ഡിസ്പാച്ചിങ് ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ ആൻസർ വരുന്നത് ഡിസ്പാച്ച് ഓർഡർ ആണ്. Now, third question. In time study, the rating factor is applied to calculate. See, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇത് രണ്ട് ആൻസർ ഞാൻ കേരള PSCയുടെ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. രണ്ട് ആൻസർ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ എയും ഡിയും ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചില ഏതോ ഒരു എക്സാമിന് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ജോബ് ആണ് അവർ കൊടുത്തിരുന്നത്. വേറൊരു എക്സാമിന് കൊടുത്തിരുന്നത് നോർമൽ ടൈം ഓഫ് ജോബ് ആണ്. ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് ആൻസർ ഡി ആണ് വരിക. പക്ഷെ ചില ഉത്തര സൂചിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയും കാണാൻ പറ്റും. സോ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണ് ആക്ച്വലി ടൈം സ്റ്റഡി നമ്മൾ മെത്തേഡ് സ്റ്റഡി ടൈം സ്റ്റഡി ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന സാധനം നോർമൽ ടൈം ഓഫ് ജോബ് ആണ്. ഈ നോർമൽ ടൈമിന്റെ കൂടെ വേറെ പല കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും അവസാനം സ്റ്റാൻഡേർഡ് ടൈം കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി റേറ്റിംഗ് ഫാക്ടർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോർമൽ ടൈം കിട്ടും.
നോർമൽ ടൈമിനോട് വേറെ ചില കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ജോബ് കിട്ടും. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഉത്തരം വരാം, ഇതും ഉത്തരം വരാം. അപ്പോ അതൊന്ന് നോക്കി വെക്കേണ്ട ഒരു ചോദ്യമാണ്. അഥവാ നിങ്ങൾ ഉത്തരം എഴുതി നിങ്ങളെ കീയിൽ തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ ചാലഞ്ച് ചെയ്തത് മാറ്റാൻ പറ്റും. അപ്പോ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ടൈം സ്റ്റഡിയിൽ റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നോർമൽ ടൈം ഓഫ് ജോബ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് ഇതിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടൊരു ഉത്തരം എനിക്ക് ഡി ആയിട്ടാണ് തോന്നിയത്. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. നോർമൽ ടൈം ഈസ് ദ ടൈം required to perform a job under normal working conditions. It is determined by applying the rating factor to the observed time. അപ്പൊ ഇവിടെ ഒബ്സർവ്ഡ് ടൈം ഉണ്ട്. ഈ ഒബ്സർവ്ഡ് ടൈം എവിടെ നിന്നാ കിട്ടുക? നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ടൈം സ്റ്റഡി ഒക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒബ്സർവ്ഡ് ടൈം. ആ ഒബ്സർവ്ഡ് ടൈമിന്റെ കൂടെ റേറ്റിംഗ് ഫാക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 299 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ പല വർക്കേഴ്സിന് പല കേപ്പബിലിറ്റി ആയിരിക്കും. അപ്പൊ അവന്റെ ഒരു റേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. അപ്പൊ ഈ ഒബ്സർവ്ഡ് ടൈമിന്റെ കൂടെ റേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നോർമൽ ടൈം ഓഫ് ജോബ് കിട്ടുന്നത്. ഓക്കെ, the normal time is used as a basis for determining the standard time and incentive rate. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഈ നോർമൽ ടൈം വെച്ചിട്ട് എന്താ പറയാ, നോർമൽ ടൈം ബേസിസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് റേറ്റിംഗ് ഫാക്ടർ ഒബ്സർവ് ടൈമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ കാണാം. ഈ റേറ്റിംഗ് ഫാക്ടറിനെ നമ്മൾ ടൈം സ്റ്റഡി നടത്തി ഒബ്സർവ്ഡ് ടൈമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ ടൈം കിട്ടും. ഈ നോർമൽ ടൈമിന്റെ കൂടെ വേറെ പല അലവൻസുകളും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം കിട്ടും. അപ്പൊ നോക്കുന്നത് ഈ ഒരു ഫിഗറിൽ കൂടി നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ ടൈം സ്റ്റഡി ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒബ്സർവ്ഡ് ടൈം, അല്ലെ? ഒബ്സർവ്ഡ് ടൈം നമ്മൾ കിട്ടി. ഒബ്സർവ്ഡ് ടൈമിന്റെ കൂടെ ഈ PRF എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, പെർഫോമൻസ് റേറ്റിംഗ് ഫാക്ടർ. ഇവ തന്നെയാണ് നമ്മൾ പറയുന്നത് റേറ്റിംഗ് ഫാക്ടറും. ഇവരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ടൈം കിട്ടും. അപ്പൊ പല വർക്കേഴ്സിന്റെ പല കേപ്പബിലിറ്റി ആയിരിക്കും. അപ്പൊ എല്ലാ വർക്കേഴ്സിനും ഒരു പെർഫോമൻസ് റേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നോർമൽ ടൈം കിട്ടി. ഈ നോർമൽ ടൈമിന്റെ കൂടെ വേറെ ചില സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു PA എന്ന് പറഞ്ഞു. PA വേറെ ഒന്നുമല്ല, പ്രോസസ് അലവൻസ്. പല പ്രോസസ്സുകൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ അതിന്റെ ലോഡിംഗ് ടൈം അങ്ങനെ കുറച്ച് ടൈം ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു ചെറിയ ടൈം ഇതിന്റെ കൂടെ അങ്ങ് ആഡ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു RPA എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. RPA വേറെ ഒന്നുമല്ല, പേഴ്സണൽ അലവൻസ്. സോ ആ പുള്ളിക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും, അപ്പോ ചായ കുടിക്കേണ്ടി വരും. സോ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതും കൂടി നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്പെഷ്യൽ അലവൻസ്. ഇപ്പൊ എന്തെങ്കിലും ഇൽനെസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ ഒരു സ്പെഷ്യൽ അലവൻസ് കൂടി ആഡ് ചെയ്യും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം. ആക്ച്വലി നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം PRF യൂസ് ചെയ്യുന്നുണ്ട്, അതായത് റേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റേറ്റിംഗ് ഫാക്ടർ ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് നോർമൽ ടൈമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഉത്തരത്തിൽ നോർമൽ ടൈമിലോട്ട് പോയത്. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പേഴ്സണൽ അലവൻസും ഈ പറഞ്ഞ സ്പെഷ്യൽ അലവൻസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൈം കിട്ടുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോളിസി അലവൻസ് എന്ന് പറഞ്ഞൊരു സാധനം. അത് അങ്ങനെ എപ്പോഴും കമ്പനികളിൽ പോളിസി അലവൻസ് വരാറില്ല. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ പ്രളയമോ അതുപോലത്തെ പ്രശ്നങ്ങളോ കോവിഡോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആഡ് ചെയ്യുന്ന ഒരു അലവൻസ് ആണ് ഈ പറഞ്ഞ പോളിസി അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോളിസി അലവൻസ് എപ്പോഴും വരാറില്ല. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലോ ഒക്കെ വരുന്ന ഒരു സാധനമാണ് പോളിസി അലവൻസ്. അപ്പൊ എന്തെങ്കിലും ഒരു ടൈം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ ആ പോളിസി അലവൻസ് വരുന്നത്. ഓക്കെ, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് നോർമൽ ടൈം എന്താണ്, സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് മനസ്സിലായി, ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് തോന്നിയത് നോർമൽ ടൈം ഓഫ് ജോബ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത് രണ്ടും ആൻസർ ആയിട്ട് വരാം. എങ്ങനെ ആൻസറിലോട്ട് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? ശരിയല്ലാത്തത് ഏത്? നമ്മൾ എക്സാമിന് പെട്ടെന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ നോട്ടൊന്നും നമ്മൾ കാണില്ല.
ഓക്കെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നൊക്കെ വായിച്ച് പലരും ഇങ്ങനെ കൺഫ്യൂഷനായി തെറ്റിപ്പോവാൻ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ ആദ്യം വായിക്കുമ്പോൾ തന്നെ ഈ നോട്ട് എന്നുള്ളത് നിങ്ങൾ ഇതിൽ വരച്ചിടുക. ഓക്കെ, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. ആദ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമതിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ നോട്ടൊന്നും കാണില്ല. അപ്പൊ ഇവിടെ ഒരു വര വരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. വർക്ക് സാമ്പിളിംഗ് ഈസ് എ ടെക്നിക് ഫോർ വർക്ക് മെഷർമെന്റ്. ശരിയാണ്, തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മെത്തേഡ് സ്റ്റഡി ഈസ് ആൻ ഇംപ്രൂവ്ഡ് മെത്തേഡ്. അതെ, പല മെത്തേഡ് ഉണ്ട്. പക്ഷെ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് വാച്ച് കാര്യങ്ങൾ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ സെലക്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മോഷൻ സ്റ്റഡി. ഇപ്പൊ മോഷൻ സ്റ്റഡി പഠിച്ചപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഫ്ലോ ഡയഗ്രാം ഒക്കെ പഠിച്ചു. അപ്പൊ ഫ്ലോ ഡയഗ്രാമിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ്, അല്ലെ? ആദ്യം ഏതാണ് പ്രോസസ്സ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. സോ സെലക്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മോഷൻ സ്റ്റഡി. അതും ശരിയാണ്. ഇനി ഈ സി എന്ന് പറഞ്ഞ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. സിന്തറ്റിക് ഡേറ്റ ഈസ് നോട്ട് എ ടെക്നിക് കവേർഡ് അണ്ടർ പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം. അപ്പൊ PMTS എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം. അതും ഒരു തരത്തിലുള്ള സ്റ്റഡിയാണ്. ഐ മീൻ ഈ പറഞ്ഞ പോലെ വർക്ക് സ്റ്റഡിയാണ്. അപ്പോ അത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ഈ നോട്ട് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ വന്നത് കൊണ്ട് ഈ സെന്റൻസ് തെറ്റായി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം എന്നും സിന്തറ്റിക് ഡേറ്റ അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, സിന്തറ്റിക് ഡേറ്റ ഈസ് എ ടെക്നിക് കവേർഡ് എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാണ്. പക്ഷെ ഈ ഉത്തരം തെറ്റായിട്ട് വരും. സോ ഇതിന്റെ ആൻസർ സി ആണ്. എങ്ങനെ സിയിലോട്ട് എത്തിയെന്ന് നോക്കാം. സോ വർക്ക് സാമ്പിളിംഗ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ഒബ്സർവിംഗ് വർക്കേഴ്സ് അറ്റ് റാൻഡം ടൈംസ് ആൻഡ് റെക്കോർഡിംഗ് ദെയർ ആക്ടിവിറ്റീസ്. ഈ പറഞ്ഞ പോലെ ക്യാമറ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ക്യാമറ സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അവർ എത്ര സമയം കൊണ്ട് അത് തീർക്കുന്നു ആ കാര്യം. ഡേറ്റ കളക്ടഡ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ടൈം വർക്കേഴ്സ് സ്പെൻഡ് ഓൺ സ്പെസിഫിക് ടാസ്ക്. ഒരു ജോലി ചെയ്യാൻ വേണ്ടി അവൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർക്ക് സാമ്പിളിംഗ് വെച്ച് കാണാറുണ്ട്. ദെൻ മെത്തേഡ് സ്റ്റഡി എന്താണ്? That aims to find simpler, more effective way of doing work. It can be applied to almost all type of work, including factory, clerical, other activities. So method study use ചെയ്തിട്ട് നമുക്ക് സിംപ്ലർ ആയിട്ടുള്ള മോർ എഫക്റ്റീവ് ആയിട്ടുള്ള വഴികളിലൂടെ നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റും. കണ്ടതാണ് നമ്മൾ ഈ കാര്യം. സെലക്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മോഷൻ അനാലിസിസ്. അപ്പൊ ഏതാണ് പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, വിച്ച് ഇൻവോൾവ്സ് ചൂസിംഗ് ദ വർക്ക് ടു ബി സ്റ്റഡി. ദ അതർ സ്റ്റെപ്സ് ഇൻ മോഷൻ അനാലിസിസ് ആർ റെക്കോർഡ്, എക്സാമിൻ, അല്ലെ? സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു, എക്സാമിൻ ചെയ്തു. സോ അങ്ങനെ പോകുന്നു. Now, പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം. സോ നമ്മുടെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഈ സാധനമാണ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം. പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം, PMTS എന്താണ്? ഇറ്റ്സ് എ വർക്ക് മെഷർമെന്റ് ടെക്നിക്. ഇതും വർക്ക് മെഷർമെന്റ് ടെക്നിക് തന്നെയാണ്. whereby times established for basic human emotions are used to build up time for a job at a defined level of performance. സോ അതുപോലെ തന്നെ ഒരു വർക്ക് മെഷർമെന്റ് പ്രോസസ് തന്നെയാണ്. നമുക്ക് സിലബസിൽ ഈ സാധനം ഇല്ല, പക്ഷെ ഇതിന്റെ അകത്ത് ഈ ഓപ്ഷനിൽ വന്നത് കൊണ്ട് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. ഈ 4 സാധനങ്ങൾ ടെക്നിക്സ് അണ്ടർ പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം, MTM മോഷൻ ടൈം മെഷർമെന്റ് ആണ്. മോഷൻ ടൈം മെഷർമെന്റ്, വർക്ക് ഫാക്ടർ സിസ്റ്റം, സിന്തറ്റിക് ഡേറ്റ, മോഷൻ ടൈം അനാലിസിസ്. നമുക്ക് പഠിക്കാനില്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എത്രയേ ഉള്ളൂ. ഈ PMTS എന്ന് പറയുന്ന സാധനം ഒരു വർക്ക് മെഷർമെന്റ് ടെക്നിക്കാണ്. അതിൽ വരുന്നത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 4 കാര്യങ്ങൾ ഈ സാധനങ്ങളാണ്. MTM എന്ന് പറയും, ദാറ്റ് ഈസ് മോഷൻ ടൈം മെഷർമെന്റ്, വർക്ക് ഫാക്ടർ സിസ്റ്റം, സിന്തറ്റിക് ഡേറ്റ, മോഷൻ ടൈം അനാലിസിസ്. സോ PMTS ആൻഡ് സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡി മെത്തേഡ്സ് ആർ ടെക്നിക്സ് ഫോർ ക്യാരിങ് ഔട്ട് വർക്ക് മെഷർമെന്റ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ വർക്ക് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ PMTS യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ഈ 4 കാര്യങ്ങളാണ്, കാരണം അത് ഇനിയും ചോദിച്ചിട്ടുണ്ട്. ഈ PMTSലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡൂയിങ് എ വെറൈറ്റി ഓഫ് ജോബ് ഇസ് സെലക്ടഡ്. Then the job operations are recorded on a film. Then films are analyzed. Time taken for the completion of each job is noted, and the data collected are tabulated. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, വേറൊരു പേരാണെന്നേ ഉള്ളൂ. Then once the tables for various basic motions are ready, the normal time for the new job is determined by breaking the job into basic movements, noting time for each motion from the tables and adding up the time values for the basic motions involved in the job. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് PMTSലും. പിന്നെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. PMTSൽ നമ്മൾ റേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യുന്നില്ല. PMTSൽ
റേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വെക്കാം. ഓക്കെ, ഇതിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ടൈം എല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ ബാക്കി ടൈം എല്ലാം ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് PMTS. വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് റേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി, വേറൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട മെത്തേഡ് തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. PMTS റേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യുന്നില്ല. Now, which of the following is not a technique of PMTS? See, നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് നമ്മൾ കണ്ടു ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് MTM, മോഷൻ ടൈം മെഷർമെന്റ്, വർക്ക് ഫാക്ടർ സിസ്റ്റം, സിന്തറ്റിക് ഡേറ്റ ആൻഡ് മോഷൻ ടൈം അനാലിസിസ്. സോ ഇത് 4ഉം അതിലുണ്ട്. നോക്കി, നോട്ട് എ ടെക്നിക് ഓഫ് PMTS. PMTS അല്ലാത്തത് സിന്തറ്റിക് ഡേറ്റ ഉണ്ടെന്ന് നമ്മൾ കണ്ടു, വർക്ക് ഫാക്ടർ ഉണ്ടെന്ന് കണ്ടു, MTM ഉണ്ടെന്ന് കണ്ടു. സോ ഇല്ലാത്ത സാധനം സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയാണ്. ഓക്കെ, സോ അതാണ് ഇതിന്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് അതിലോട്ട് എത്താൻ പറ്റും, കാരണം നമ്മൾ എന്താണ് PMTS എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ ഈ സ്ലൈഡിൽ ഇല്ലാത്തൊരു കാര്യം ഓർക്കാൻ പറഞ്ഞത്, PMTS നമ്മൾ റേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യുന്നില്ല. Now, the type of layout suitable for group technology concept is. ഇപ്പൊ ഗ്രൂപ്പ് ടെക്നോളജി കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്ന ലേഔട്ട് ഏതെന്നാണ്. ഇപ്പൊ നമ്മൾ ലേഔട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേഔട്ട് ഒക്കെ ക്ലാസ്സിൽ കണ്ടായിരുന്നു. പ്രോഡക്റ്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട്, ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട്, സെല്ലുലാർ ലേഔട്ട്. ഓക്കെ, അപ്പോ ഈ ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ടിന് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ, ഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്. കാരണം ആ പറഞ്ഞ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലത്ത് ഫിക്സഡ് ആയിരിക്കും, അതിനെ മൂവ് ചെയ്യിക്കാനൊന്നും പറ്റില്ല. ഈ ഷിപ്പിനെ അവിടെ ഇട്ട് പണിയിക്കാനേ പറ്റും. ഷിപ്പ് എവിടെയാണോ ഉള്ളത് അവിടെ ഈ മെഷീൻസും കാര്യങ്ങളും എല്ലാം പോകും, അത് കഴിഞ്ഞിട്ട് അതിനെ വർക്ക് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട്, അത് നമ്മൾ കണ്ടതാണ് ഓൾറെഡി. നോ, ഇതിന്റെ ആൻസർ വരുന്നത് സെല്ലുലാർ ലേഔട്ടാണ്. സോ ഗ്രൂപ്പ് ടെക്നോളജി എന്നുള്ള ഒരു പേര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ടത് സെല്ലുലാർ ലേഔട്ടിലോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വേറെയും പേരുകൾ ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ലേഔട്ടിന് വേറൊരു പ്രോഡക്റ്റ് അല്ല, പ്രോസസ് ലേഔട്ടിന് ഫങ്ഷണൽ ലേഔട്ട് എന്നൊരു പേര് കൂടിയുണ്ട്. സോ അതും കൂടി ഒന്ന് ഓർക്കുക. പ്രോഡക്റ്റ് ലേഔട്ടിന് ലൈൻ ലേഔട്ട് എന്നും ഒരു പേരുണ്ട്, അതും ഓർക്കുക. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇതുപോലെ 2 പേരുണ്ടാവും, ഗ്രൂപ്പ് ടെക്നോളജി കൺസെപ്റ്റ്, സെല്ലുലാർ ലേഔട്ട് ആണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പൊ സെല്ലുലാർ ലേഔട്ടിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഓഫ് ലേഔട്ട് വെയർ മെഷീൻസ് ആർ ഗ്രൂപ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രോസസ് റിക്വയർമെന്റ് ഫോർ സെറ്റ് ഓഫ് സിമിലർ ഐറ്റംസ്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് മെഷീൻസിനെ ഒരുമിച്ച് വെക്കും അല്ലെ. സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് മെഷീൻസിനെ ഒരുമിച്ച് വെക്കുന്നു, ഒരു സെൽ, എന്നിട്ട് അതിനെ ഒരു സെല്ലായിട്ട് വിളിക്കും. അതിനെയാണ് സെല്ലുലാർ ലേഔട്ട് എന്ന് പറയാം. ഓക്കെ, സോ പ്രോസസ് ആർ ഗ്രൂപ്ഡ് ഇൻ ടു സെൽസ് യൂസിങ് എ ടെക്നിക് നോൺ ആസ് ഗ്രൂപ്പ് ടെക്നോളജി. സോ ഗ്രൂപ്പ് ചെയ്യുന്നു, സെൽ, ഈ ഒരു വാക്കിൽ നമുക്ക് കിട്ടും, ഗ്രൂപ്പ് ചെയ്യുന്നു, സെൽ അല്ലെ, പല പല സെല്ലുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി. ഇപ്പൊ ഗ്രൂപ്പ് ടെക്നോളജി ലേഔട്ട് എന്ന് പറയുന്നത് സെല്ലുലാർ ലേഔട്ട് ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. ഇനി അഡ്വാൻറ്റേജ് ഓഫ് സെല്ലുലാർ മാനുഫാക്ചറിങ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരേ തരത്തിലുള്ള പ്രോസസ്സുകളെല്ലാം, മെഷീൻസ് എല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ഒരിടത്ത് മാത്രം നിന്ന് കളിച്ചാൽ മതി. അതേസമയം ഈ മെഷീൻസിനെയൊക്കെ ദൂരെ ദൂരെ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂവ് ചെയ്യുന്ന ടൈം ഒരുപാട് പോകും അല്ലെ. അപ്പൊ നമുക്ക് ടൈം ഒരുപാട് നഷ്ടപ്പെടും, അതുപോലെ തന്നെ കോസ്റ്റും കൂടും. സെല്ലുലാർ മാനുഫാക്ചറിങ് പ്രൊവൈഡ്സ് ഫോർ ഫാസ്റ്റർ പ്രോസസിങ് ടൈം അല്ലെ, പെട്ടെന്ന് നമുക്ക് ഓരോ സാധനങ്ങൾ പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും. ലെസ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ കൂടുതൽ ദൂരം ഒന്നും യാത്ര ചെയ്യേണ്ട, ഐ മീൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ട, ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലെസ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി ആൻഡ് റെഡ്യൂസ് സെറ്റപ്പ് ടൈം ഫോർ ഓഫ് ഓൾ വിച്ച് റെഡ്യൂസ് ദ കോസ്റ്റ്. അപ്പൊ അതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്ട് ആയിട്ട് എന്താ, നമ്മുടെ കോസ്റ്റ് കുറഞ്ഞു കിട്ടും. So flexibility under cellular manufacturing allows the production of small batches which provides some degree of increased flexibility. പ്രോഡക്റ്റ് ലേഔട്ടിനെ കുറിച്ച് വെറുതെ പറയാൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടതാണ്. പ്രോഡക്റ്റ്, ഇപ്പൊ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അല്ലെ, ആ ഒരു വാക്കുന്ന തന്നെ നമ്മൾ എടുക്കണം, പ്രോഡക്റ്റ് ലേഔട്ട്. അപ്പൊ എന്താണ്? ഇറ്റ്സ് എ മാനുഫാക്ചറിംഗ് സിസ്റ്റം വേർ വർക്ക് സ്റ്റേഷൻസ് ആൻഡ് എക്വിപ്മെന്റ് ആർ അറേഞ്ച്ഡ് along the production line. So line layout എന്ന് കൂടി ഒരു പേരുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ ലേഔട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, ലൈൻ ലേഔട്ട് എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം സാധാരണ വരാറ്. സോ അത് പ്രോഡക്റ്റ് ലേഔട്ട് ആണ്. സോ പ്രോഡക്റ്റ് ലേഔട്ട് എന്താ ചെയ്യുന്നത്? വർക്ക് യൂണിറ്റ്സ് ആർ മൂവ്ഡ് അലോങ് ദ ലൈൻ ബൈ എ കൺവെയർ ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ആർ ഡൺ അറ്റ് ഈച്ച് സ്റ്റേഷൻ. സി ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, പ്രോഡക്റ്റ് എ. ഓക്കെ, ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, പ്രോഡക്റ്റ് ബി. ഇവന്മാർ തമ്മിൽ ഒരു ഡിവിഷൻ ഉണ്ടാവും. പ്രോഡക്റ്റ് എ ഇവിടെ പല മെഷീൻ വഴി കയറി ഇറങ്ങി പോകും. ഓക്കെ, പല മെഷീൻ, ഇപ്പൊ ഡ്രില്ലിംഗ്, മില്ലിംഗ്, ബോറിംഗ്, അങ്ങനെ പല മെഷീൻസ്. അതുപോലെ ഇവിടെയും കുറെ മെഷീൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രോഡക്റ്റ് എ എന്ന് പറയുന്നത് ഇതുവഴി കയറി ഇറങ്ങി ഏറ്റവും അവസാനം ഇവിടെ എത്തും.
അതുപോലെ ബിയും ഇതുവഴി എല്ലാ മെഷീൻസും വഴി കയറി ഇറങ്ങി അവസാനം ഇവിടെ എത്തും. സോ അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലേഔട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പല പ്രോഡക്റ്റ് എക്ക് ഒരു ലേഔട്ട് ഉണ്ട്, പ്രോഡക്റ്റ് ബിക്ക് വേറൊരു ലേഔട്ട് ഉണ്ട്. സോ അത്രമാത്രം അതിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഔട്ട്പുട്ട് ഓഫ് വൺ മെഷീൻ ബിക്കംസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് മെഷീൻ. ഇതിനകത്ത് ഔട്ട്പുട്ട് വന്നു, അത് ഇതിന്റെ ഇൻപുട്ടായി മാറി. ഹിയർ ആർ സം അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലേഔട്ട്. ലെസ് വർക്ക് ഈസ് റിക്വയർഡ് ഫ്രം ഈച്ച് എംപ്ലോയി, ലോവർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസ്, എഫിഷ്യന്റ് യൂസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മെഷീൻസ്, ഗ്രേറ്റ് ഫോർ ഫാസ്റ്റ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ. ദേ കിടക്കുന്നു അടുത്ത ചോദ്യം. അപ്പൊ മാസ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നത് ഏത് ലേ ഔട്ട് ആണ് എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ലേ ഔട്ടിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ലൈൻ ലേ ഔട്ട് എന്നൊരു പേര് അതിനുണ്ട്. മാസ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ലേ ഔട്ട് ഏതാണ് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ ഇസ് സിംപ്ലിഫൈഡ്. സോ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ വട്ടം ഇട്ടിരിക്കുന്ന ലൈൻ ലേ ഔട്ടും മാസ് പ്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. Then product layout are suitable for large scale industries. So അത് തന്നെയാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ എന്ന് കൊടുക്കും. That have continuous processes. Some examples of industries that use process layout include. So അതിന്റെ എക്സാമ്പിൾസ് ആണ്, ഇൻഡസ്ട്രികളുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത്. ഷുഗർ, പേപ്പർ, സിമെന്റ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക് അപ്ലയൻസസ് എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ അതാണ് പ്രോഡക്റ്റ് ലേഔട്ട്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് ലേഔട്ടിൽ വരുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ലൈൻ ലേഔട്ട് എന്നൊരു ഇതും വരും, മാസ് പ്രൊഡക്ഷൻ എന്നും വരും. ഓക്കെ, അതൊന്ന് നോക്കി വയ്ക്കാം. ദെൻ പിന്നെ വന്നത് നമ്മൾ ഓപ്ഷനിൽ കണ്ട പ്രോസസ് ലേഔട്ട് എന്ന് പറഞ്ഞൊരു സാധനമാണ് അല്ലേ. അപ്പൊ എന്താ? It's a facility layout that organizes equipment and workstations to maximize efficiency. It's a type of floor plan for a plant that aims to improve the efficiency by arranging equipments according to its function. So ഇവിടെ ഇപ്പം ഈ നേരത്തെ ഞാൻ വരച്ചതുപോലെ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും ഉണ്ടെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് എക്ക് ഇപ്പൊ ഒരു എന്താ പറയാ ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ബിയും ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം മില്ലിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ബിക്ക് ലെയ്ത്തിലോട്ട് പോകണം. അപ്പൊ ഇവിടെ ഒരു ലെയ്ത്ത് കൊണ്ടുവെക്കില്ല, പകരം ഇവൻ നേരെ ഇപ്പുറത്തോട്ട് പോകും. സോ അപ്പുറത്തും ഇപ്പുറത്തും ചാടി കളിക്കും പ്രോഡക്റ്റ് എയും ബി. സോ അതിനെയാണ് നമ്മൾ പ്രോസസ് ലേഔട്ട് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ പ്രോസസ് ആണ് ഈ പറഞ്ഞ മെഷീൻസിനെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ പ്രോസസ് ലേഔട്ട് ആർ ഐഡിയൽ ഫോർ കമ്പനീസ് ദാറ്റ് പെർഫോം കസ്റ്റം വർക്ക് ആൻഡ് വേർ ദ ഡിമാൻഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഇസ് ലോ. ദറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ മെനി ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ്. ഇതിന്റെ അകത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോസസ് ലേഔട്ട്. ഇപ്പൊ ഓട്ടോ റിപ്പയർ ഷോപ്സ് ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓട്ടോ റിപ്പയർ ഷോപ്സ്, ലൈബ്രറീസ്, യൂണിവേഴ്സിറ്റീസ്, മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ്, ഇതും ഒരു ചോദ്യമാണ്. മാനുഫാക്ചറിംഗ് പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ലേഔട്ട് ആണ്? സോ അത് പ്രോസസ് ലേഔട്ട് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. ഫിക്സ്ഡ് പൊസിഷൻ ആ പേര് തന്നെ ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. ഈ ലേഔട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇപ്പൊ ഷിപ്പ്, ഈ പറഞ്ഞ എയറോപ്ലെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എയറോപ്ലെയിന്റെ പാർട്സ് ഓരോന്ന് കൊണ്ട് നമുക്ക് കൊണ്ടുപോയി മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? എയറോപ്ലെയിൻ അല്ലെങ്കിൽ ഷിപ്പ് ഇവിടെ ഇങ്ങനെ കിടക്കും, അതിന്റെ ചുറ്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ മെഷീൻസ് ഉണ്ടാവും. അപ്പൊ ആ മെഷീൻസ് വർക്ക് ചെയ്യും. സോ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ഷിപ്പ്, എയർപ്ലെയിൻ ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്, വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളും മറ്റുമൊക്കെ. അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കുക. അതിനകത്ത് എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ടിന്റെ എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. So in fixed position layout, the majority of the product is worked on one location, where while workers and equipments are brought to that one work area. So ഈ പറഞ്ഞ പോലെ ഷിപ്പ് ആയാലും ശരി, എയർപ്ലെയിൻ ആയാലും ശരി, അവരൊരു പൊസിഷനിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ മാൻഫോഴ്സ് ആയാലും ശരി, ഈ പറഞ്ഞ പോലെ എന്താ പറയാ വർക്ക് ഏരിയ, എന്താ പറയാ നമ്മുടെ മെഷീൻസ് ആയാലും ശരി, വർക്കേഴ്സ്, എക്യുപ്മെന്റ്, ഇതെല്ലാം നേരെ ഇങ്ങോട്ട് പോകും. ഓക്കെ, so that's it. Now, this has several advantages, including low fixed cost, minimal movement of supplies and resources, consistent work, and flexibility if changes needed in design or production. Okay, fine. Now, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ദാറ്റ് ഇസ് ഇനി നമ്മൾ സെല്ലുലാർ ലേഔട്ടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഉത്തരം വന്നത് സെല്ലുലാർ ലേഔട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ രണ്ടിന്റെയും മിക്സ് ആയിരിക്കും. പ്രൊഡക്ഷൻ ലേഔട്ടിന്റെയും പ്രോസസ് ലേഔട്ടിന്റെയും ഒരു മിക്സ് ആയിരിക്കും ഈ പറഞ്ഞ സെല്ലുലാർ ലേഔട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം സെല്ലുലാർ ലേഔട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ രണ്ടിന്റെ അഡ്വാൻറ്റേജുകൾ എടുത്തുകൊണ്ടാണ് സെല്ലുലാർ ലേഔട്ട് വർക്ക് ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. അപ്പൊ ഇതിന്റെ അകത്ത് ഉത്തരം വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ച് കണ്ടവരാണെങ്കിൽ അതിന്റെ ഉത്തരം പറയാൻ പറ്റും. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പെർസെന്റേജ് ഓഫ് ഡിഫക്റ്റീവ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ് ആണ് ഇതിന്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് സാധനം മനസ്സിലാവും, ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് an operating characteristic curve is a plot between the percentage of defective and the probability of acceptance. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.
പെർസെന്റേജ് ഓഫ് ഡിഫക്റ്റീവ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ് എന്താന്ന് പറഞ്ഞുതരാം. ദ ആക്സിസ് റെപ്രസെന്റ് x axis represent the percent of defective units while y represent the probability of acceptance. So നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ x ആക്സിസ് y ആക്സിസ് എന്തെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ് വൺ എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് ഇവിടെ കാണാമല്ലോ. സോ ഈ ഒരു ലെവലിലാണ് നമ്മളെ പ്രൊഡക്ഷൻ പോകുന്നതെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഒരു ഡിഫക്റ്റും ഇല്ലാത്ത സാധനമാണ്. വൺ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ് വൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു ഡിഫക്റ്റീവും ഇല്ല. ഇനി നമ്മൾ നോക്കിയേ, ഈ ആക്സിസിലോട്ട് നോക്കിയേ, എക്സ് ആക്സിസിലോട്ട് നോക്കിയേ, പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് കൂടി വരുന്നുണ്ട് അല്ലേ? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കർവ് ഒന്ന് പതുക്കെ ചരിഞ്ഞ് താഴ്ന്നു പോകുന്ന കാണാൻ പറ്റും. അതായത് ഡിഫക്റ്റീവ് ഐറ്റംസ് കൂടി വരുമ്പോൾ ഈ കർവ് എന്തായാലും ഇങ്ങനെ താഴ്ന്നു തന്നെ പോകും. സോ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ഡിവിഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AQL എന്ന് പറയും, അക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ എന്നാണ് പറയുന്നത്. AQL എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ. അപ്പൊ എന്താണ് അക്സെപ്റ്റബിൾ ക്വാളിറ്റി റീജിയൻ എന്ന് പറയുന്നത്? ഇപ്പൊ എന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിഫക്റ്റീവ്സ് കുറവാണ്. അപ്പോ എന്റെ പ്രോഡക്ട്സ് എല്ലാം ഈ ഒരു റേഞ്ചിൽ നിൽക്കും. ആകെപ്പാടെ കുറച്ച് ഡിഫക്റ്റീവ്സ് മാത്രമേ ഉണ്ടാവും. അപ്പോ എന്താ, അക്സെപ്റ്റബിൾ ആണല്ലേ? ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ്. ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം അക്സെപ്റ്റബിൾ ആണ്. സോ അതാണ് അക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തിരിക്കും. ഇനി നോക്കി, ഇൻഡിഫറെന്റ് ക്വാളിറ്റി റീജിയൻ എന്ന് പറയും. അപ്പൊ ഇത് കുറെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡിഫക്റ്റീവ് പ്രോഡക്ട്സിന്റെ എണ്ണം കൂടി വരും. അതാണ് ഇൻഡിഫറെന്റ് ക്വാളിറ്റി റീജിയൻ. അത് പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ് ആവാതിരിക്കാം. അത് കഴിഞ്ഞ് കുറെ ഇനി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് ഒരു LTPD എന്ന് പറയുന്ന സാധനം കാണുന്നുണ്ട്. വേറൊന്നുമല്ല, ലോട്ട് ടോളറൻസ് പെർസെന്റേജ് ഡിഫക്റ്റീവ്. ലോട്ട് ടോളറൻസ് പെർസെന്റേജ് ഡിഫക്റ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, റിജക്ഷൻ ക്വാളിറ്റി ലെവൽ. നമ്മളിവിടെ അക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ കണ്ടു. അതുപോലെ LTPD അല്ലെങ്കിൽ RQL എന്ന് പറയും, റിജക്ഷൻ ക്വാളിറ്റി ലെവൽ, RQL. സോ RQL എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടല്ലോ. സോ ഈ പോയിന്റിന് അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെർസെന്റേജ് ഓഫ് ഡിഫക്റ്റീവ് വളരെ കൂടിക്കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് എടുക്കാൻ പറ്റില്ല അല്ലെ? സോ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്ഷണബിൾ ക്വാളിറ്റി റീജിയൻ അല്ലെങ്കിൽ ഇവ റിജക്ഷൻ ക്വാളിറ്റി ലെവൽ എന്ന് പറയുന്നത്. സോ അതാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇവിടെ ഒരു സാധനം കാണാം, പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്നും കാണാം. ഇവിടെ ഒരു സാധനം കാണാം, കൺസ്യൂമേഴ്സ് റിസ്ക് എന്നും കാണാം. അപ്പോ ഞാൻ ഇവിടെ വെച്ചാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. എന്റെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈ അക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവലിലാണ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാനുഫാക്ചർ ചെയ്തിട്ടും എന്റെ ലോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് ആയിട്ട് മാറും. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് ആണ്. ഇനി ഇവിടെ നോക്കിയ കൺസ്യൂമേഴ്സ് റിസ്ക്. ഇപ്പോ ഒരു കൺസ്യൂമർ വന്നിട്ട് ഈ പറഞ്ഞ വളരെ മോശപ്പെട്ട സാധനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൺസ്യൂമേഴ്സ് റിസ്ക് ആണ്. സോ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസ്, എക്സും വൈയും ആക്സസിൽ എന്തൊക്കെയാണ്? സോ വൈയിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റൻസും ഈ പറഞ്ഞ എക്സിൽ വരുന്ന പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സും ആണ്. സോ ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും എന്തൊക്കെയാണ്, OC കർവ് വരയ്ക്കുമ്പോൾ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും എന്തൊക്കെയാണ് എന്നുകൂടി ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ പ്ലോട്ട് ബിറ്റ്വീൻ എക്സും വൈ ആക്സിസ്, പ്ലോട്ട് ബിറ്റ്വീൻ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാറുള്ളത് എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് OC കർവ് ഒക്കെ. നൗ ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. 6 സിഗ്മ കൺസെപ്റ്റില് defective numbers of 3.5 parts per million ppm is achieved by allowing a shift in the mean by. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് എന്താ സാധനം 6 സിഗ്മ അല്ലെ? അപ്പൊ D6 സിഗ്മയാണ് ഇതിന്റെ അകത്ത് ആൻസർ ആയിട്ട് വരിക. സോ എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ഇപ്പൊ എന്താ പറയാ, പാർട്സ് പെർ മില്യൺ, ദാറ്റ് ഈസ് ഒരു 10 ലക്ഷം പ്രോഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അകത്ത് 10 ലക്ഷം പ്രോഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ അകത്ത് വെറും 3.4 ഡിഫക്റ്റീവ് മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് നമ്മളുടെ 6 സിഗ്മ പറയുന്നത്. ദാറ്റ് ഈസ് 3.4. നമ്മുടെ ആൻസർ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. 3.4 പാർട്സ് പെർ മില്യൺ ഈസ് അച്ചീവ്ഡ് ബൈ അലൗവിങ് എ ഷിഫ്റ്റ് ഇൻ ദ മീൻ ബൈ 6 സിഗ്മ. സോ 6 സിഗ്മ ഫോളോ ചെയ്ത് പോകുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്
ആണെങ്കിൽ അവിടെ ഒരു 3.4 ഡിഫക്റ്റീവ്സ് മാത്രമേ വരൂ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, സോ ആ കാര്യങ്ങൾ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. 3.4 parts per million implies a very high level of process capability where the process mean is shifted to minimize the defects. So the answer is 6 sigma. Now, ninth question ലോട്ട് പോകും. The type of layout suitable for simpler production scheduling, high volume of output and high labor efficiency. നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ പ്രോഡക്റ്റ് ലേഔട്ടിലാണ് വരുന്നത് അല്ലെ. പ്രോഡക്റ്റ് ലേഔട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പ്രോഡക്റ്റ് എ ഉണ്ട്, പ്രോഡക്റ്റ് ബി ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റ് എ എന്ന് പറയുന്നത് ഇവിടെയുള്ള മെഷീൻസ് വഴി കയറി ഇറങ്ങും, പ്രോഡക്റ്റ് ബി എന്ന് പറയുന്നത് ഇവിടെയുള്ള മെഷീൻസ് വഴി കയറി ഇറങ്ങിപ്പോകും. സോ അത് ഏത് സമയത്താണ് അത് യൂസ് ചെയ്യുന്നത്? ഫോർ സിംപ്ലർ പ്രൊഡക്ഷൻ ആണ് ആൻഡ് ഷെഡ്യൂളിംഗ് ആൻഡ് ഹൈ വോളിയം ഓഫ് ഇൻപുട്ട്, മാസ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് ലേഔട്ട് എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, പ്രോഡക്റ്റ് ലേഔട്ട്. സോ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ടൈപ്പ് ഓഫ് ലേഔട്ട് suitable for simpler production scheduling, high volume of output എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഹൈ ലേബർ എഫിഷ്യൻസി ഈസ് പ്രോഡക്റ്റ് ലേഔട്ട്. ഓൾസോ നോൺ ആസ് ലൈൻ ലേഔട്ട് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വെൽ suited for high volume production, അതും ഉണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സ് ബിക്കോസ് ഓഫ് മിനിമൈസ് മെറ്റൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, simplifies the production scheduling since each product flows the same sequence of operations. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വട്ടായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. Now നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. സോ ദാറ്റ് ഇസ് 10th ആയിട്ട് നമ്മുടെ സിമോ ചാർട്ട് ഒക്കെ നമ്മൾ കണ്ടതാണ്. ചാർട്ട് യൂസ് ഫോർ സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഡാഷ്. സോ 10ന്റെ ആൻസർ ഇവിടെ വരുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. സി ആണ്, ഡിഫറെന്റ് ലിംസ് ഓഫ് ആൻ ഓപ്പറേറ്റർ അല്ലെ. അപ്പൊ സിമോ ചാർട്ട് സൈമൾട്ടേനിയസ് മോഷൻ സൈക്കിൾ ചാർട്ട് എന്നൊക്കെ പറയും. സൈമൾട്ടേനിയസ് മോഷൻ സൈക്കിൾ ചാർട്ട് എന്നൊക്കെ പറയുന്നതാണ് സിമോ ചാർട്ട്. അപ്പം പല ഡിഫറെന്റ് ലിംസ്, ഒരു ഓപ്പറേറ്ററിന്റെ ലിംബിനെ നമ്മൾ എന്താ പറയാ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ അവന്റെ മൂവ്മെന്റ്സിനെ സ്റ്റഡി ചെയ്യും. സോ അതാണ് നമ്മൾ സിമോ ചാർട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെന്റ് ലിംസ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഫോർ it is a graphical representation used in industrial engineering to analyze and improve the efficiency of manual work performed by operators. The chart depicts the simultaneous motion of different body parts or limbs of an operator while performing a task, helping to identify unnecessary motions, reduce fatigue, and optimize the workflow. സോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഈ മൈക്രോ മോഷൻ അല്ലെ, ചെറിയ മൂവ്മെന്റ്സ് പോലും നമ്മൾ വിങ് മീറ്ററും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ സ്റ്റോപ്പ് വാച്ച്, വിങ് മീറ്റർ, അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവന്റെ ചെറിയ മോഷൻസ് പോലും, ലിംബ് കൈയിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ ശരി, അത് ഓരോ മൂവ്മെന്റിനെയും ചെറുതായിട്ട് നമ്മൾ എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലെ, ചെറുതായിട്ട് മുറിച്ച് ഇതാക്കിയിട്ട് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യും. സോ ആ സ്റ്റഡി ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ നോക്കും. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ സിമോ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ടു സ്റ്റഡി ദി ഡിഫറെന്റ് ലിംസ് ഓഫ് ആൻ ഓപ്പറേറ്റർ. അടുത്ത ചോദ്യം, ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ലോഡിംഗ് മീൻസ്. നമ്മൾ നേരത്തെ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ കണ്ട അതെ അല്ലെ, ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫെസിലിറ്റി അല്ല. അസൈനിങ് ജോബ്സ് ടു വർക്ക് സെന്റേഴ്സ്, ഡിറ്റർമിനിങ് ദ ടൈം റിക്വയർഡ് ഫോർ ഈച്ച് ഓപ്പറേഷൻ, അതുമല്ല. ഗിവിംഗ് വർക്ക് ഓർഡേഴ്സ് ഫോർ ഇനിഷ്യേറ്റിംഗ് ദ വർക്ക്, അതും അല്ല. സോ 11ന്റെ ആൻസർ വരുന്നത് ബി ആണ് അല്ലെ. നമ്മൾ പഠിച്ചായിരുന്നു, ഞാനൊരു ഫിഗർ ഒക്കെ കാണിച്ചു തന്നായിരുന്നു അല്ലെ. ലോഡിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് നമ്മൾ ഒരുമിച്ച് പഠിച്ചായിരുന്നു. So loading involves assigning specific jobs or tasks to various work centers or machines based on their capabilities and capacity. It ensures that each work center is efficiently utilized and that the workload is balanced across the production facility. By effectively locating jobs to work centers, loading aims to optimize production efficiency and meet production targets. നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, പിന്നെയും അത് ചെയ്യുന്നില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇത് സെയിം ചോദ്യം കണ്ടതായിരുന്നു, ഈ ഫിഗർ ഞാൻ കാണിച്ചതാണ്. സോ ലോഡിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് ഒരുമിച്ച് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു മെഷീൻ സെന്ററിലോട്ട് ലോഡ് ചെയ്യുന്നു അല്ലെ, ആദ്യം പ്ലാൻ ചെയ്യുന്നു, പിന്നെ റൂട്ട് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ലോഡ് ചെയ്യുന്നു. Now, next question. The selective inventory technique ABC gives importance to. ഇത് നമ്മൾ പഠിച്ചായിരുന്നു, ABC അനാലിസിസ് നമ്മൾ പഠിച്ചായിരുന്നു. So items which are rare, items which are critical, value of the items, demand for the items. സോ ABC അനാലിസിസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ എന്ന് എനിക്ക് അറിയില്ല. എ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും, ബി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും, സി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും നമ്മുടെ റോ മെറ്റീരിയൽസിനെ. എ എന്ന് പറയുന്നത് നല്ല വാല്യൂ ഉള്ളതായിരിക്കും, ബി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും, സി എന്ന് പറഞ്ഞാൽ തീരെ വാല്യൂ കുറഞ്ഞ പ്രോഡക്ട്സും ആയിരിക്കും.
എന്നിട്ട് അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്? ഓർഡർ ചെയ്തത് ഇപ്പൊ എ എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് കൂടുതൽ എണ്ണം ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടായി പോയാൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും. സോ വാല്യൂ ഓഫ് ദ ഐറ്റംസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ABC ടെക്നിക്, സെലക്ടീവ് ഇൻവെന്ററി, ABC gives importance to value of the items. So ABC analysis categorizes inventory items based on their value and importance to the organization. So it classifies items into three categories, A, B, and C. നേരത്തെ പറഞ്ഞ പോലെ, with A items representing the most valuable thing and critical items, most valuable and critical. So ഈ critical എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മോഷണം പോകാൻ ചാൻസ് ഉണ്ട്. സോ അതിന് ഒരു സെക്യൂരിറ്റി ഒക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത് മോസ്റ്റ് വാല്യൂബിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഐറ്റംസ് എന്ന് പറയാ. ദെൻ ബി ഐറ്റംസ് റെപ്രസെന്റിങ് മോഡറേറ്റ് വാല്യൂ. സോ ഇതിന്റെ എന്റെയും സിന്റെയും ഇടയിൽ വെക്കുന്ന ഒരു മോഡറേറ്റ് വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും. ആൻഡ് സി ഐറ്റംസ് റെപ്രസെന്റിങ് ദ ലോവർ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ്. അപ്പൊ തീരെ വാല്യൂ കുറഞ്ഞ അതാണ് സി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ABC എന്ന് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാം. ഇപ്പൊ സി ഒക്കെ ഒരുപാട് ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരി, അത് ലോ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്താ പറയാ ഭയങ്കര കെയർ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല റോ മെറ്റീരിയൽസിന്. ഓക്കെ, സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് prioritize inventory management efforts with more focus on managing and controlling high value items A compared to lower value items. So അത്രേ ഉള്ളൂ. സോ ഇതിന്റെ ചോദ്യത്തിൽ വന്നത് സെലക്ടീവ് ഇൻവെന്ററി ടെക്നിക് ABC gives importance to value of the items ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോ, മെട്രിക്സ് ഓർഗനൈസേഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഓർഗനൈസേഷൻസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ. അപ്പൊ മെട്രിക്സ് ഓർഗനൈസേഷൻ ഞാൻ ആ ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഈസ് ക്രിയേറ്റഡ് ബൈ, അപ്പൊ ഏതോ രണ്ട് ഓർഗനൈസേഷനുകൾ കൂട്ടിച്ചേരുമ്പോഴാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ സ്ലൈഡിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ അത് ഏതാണെന്ന് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്, മെർജിങ് പ്രോജക്ട് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ മെർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാട്രിക്സ് ഓർഗനൈസേഷൻ കിട്ടുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. Now, matrix organization is created by merging project organization with functional organization. So, in a matrix organization, employees report to both functional manager and project manager. So, this structure combines the benefits of functional specialization with the focus of flexibility of project-based teams. സോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു നമ്മൾ പ്രൊജക്ട് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു, ഫങ്ഷണൽ ഓർഗനൈസേഷൻ പഠിച്ചു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞ മെട്രിക്സ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ഇതിന്റെ രണ്ടിന്റെയും പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് മാട്രിക്സ് ഓർഗനൈസേഷൻ കിട്ടുക. Now, next question, a type of company which is being managed by board of directors. See, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത് ഏത് ടൈപ്പ് കമ്പനിയിലാണ് എന്നുള്ളതാണ് ചോദ്യം. സോ അതിൽ ആദ്യം ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമുക്ക് കാണാൻ പറ്റും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കാണാൻ പറ്റും, പബ്ലിക് ലിമിറ്റഡ് കമ്പനി കാണാൻ പറ്റും, കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും. സോ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത് എവിടെയാണ് എന്നാണ് ചോദ്യം. സോ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത്. സോ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെറുതെ ഒന്ന് നോക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ഈ കമ്പനിയുടെ ഒരു പോർഷൻ ഓൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പൊ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സ്റ്റുഡൻസിൽ ഉണ്ടെങ്കിൽ അവർക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മളെ റിലയൻസ് ആണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ്, പിന്നെ ടാറ്റ മോട്ടോഴ്സ്. അതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ ഒരു ഭാഗം ഓൺ ചെയ്യുന്നതിനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയാം. അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷനിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു. അപ്പം എന്താണ്, പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്ന കമ്പനികൾ, ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ലിമിറ്റഡ് നമ്പർ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എക്സാമ്പിൾ പറയാം, ഗൂഗിൾ പറയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ മൈക്രോസോഫ്റ്റ്, വിപ്രോ, അതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്. നമ്മുടെ ആൻസർ വന്നത് സി ആണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പൊ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ നമുക്കറിയാലോ, എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറൽ ഇൻട്രസ്റ്റുകളൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അങ്ങനെയൊക്കെ വരും. ഓക്കെ, സോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് നമുക്ക് ഇതായിട്ട് വരും.
അതായത് ആ ചോദ്യം അതേ ചോദ്യം തന്നെയാണ്. അത് അതിന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ദ മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് ആർ ഓവർസീൻ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്, setting policies and representing the interests of shareholders. Now, public limited companies are typically larger in scale and have their shares traded on the stock exchange, allowing them to raise capital from the public through sale of shares. See, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. Now, അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ which one of the following is not an element in the factor comparison method of job evaluation? See, job evaluation എന്നുള്ള ടേം ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോ ജോബ് ഇവാലുവേഷൻ നടത്തുമ്പോ എലമെന്റ് അല്ലാത്തത്, നോട്ട് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്, എലമെന്റ് അല്ലാത്തത് എന്താണ്? ഫിസിക്കൽ എഫേർട്ട് അതിൽ വരുന്ന കാര്യമാണ്, സ്കില്ല് വരുന്ന കാര്യമാണ്, റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ്. എംപ്ലോയി വർത്ത് എന്നുള്ളത് ഇതിൽ വരാത്തൊരു സാധനമാണ്. ഓക്കെ, എംപ്ലോയി വർത്ത് എന്നുള്ളത് ഇതിൽ വരാത്തൊരു സാധനമാണ്. സോ എന്താണ് നമുക്ക് നോക്കാം. So the factor comparison method typically evaluates jobs based on key factors such as skill, effort, responsibility and work conditions. നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, ജോബ് ഇവാലുവേഷൻ, ജോബ് എന്ത് ടൈപ്പ് ജോബ്, ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അവന്റെ ഫിസിക്കൽ എഫേർട്ടും അവന്റെ സ്കില്ലും റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് നോക്കുന്നത്. എംപ്ലോയിയുടെ വർത്ത് ഒന്നും അല്ല നോക്കുന്നത്, അവന്റെ എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ അവന്റെ വേറെ കാര്യങ്ങളോ ഒന്നും അല്ല നോക്കുന്നത്. നമ്മൾ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം, അവൻ ചെയ്ത പണി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവന്റെ ഫിസിക്കൽ എഫേർട്ടും സ്കില്ലും റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഇപ്പൊ എംപ്ലോയി വർത്ത് ഇസ് നോട്ട് typically considered as a separate factor in this method. Instead, it assesses job based on objective criteria related to the job itself rather than the individual employee's worth or value. എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. Now, which one is a contribution of FW Taylor? ഇതും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോ ടൈലറിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. ഫെയർ ഡേസ് ടാസ്ക് എന്ന് പറഞ്ഞ സാധനമാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കറിയാം 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫയോളാണ്, ഹെൻറി ഫയോളിന്റെ ആണെന്ന് അറിയാം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. തെർബ്ലിക്സ് ആൻഡ് മൈക്രോമോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ, തെർബ്ലിക്കിലുള്ളതാണ് അല്ലെ, തെർബ്ലിക് വെച്ചാണ് നമ്മൾ മൈക്രോമോഷൻ സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ സിമോ ചാർട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തെർബ്ലിക് വെച്ചിട്ടാണ്. അപ്പൊ തെർബ്ലിക്കും മൈക്രോമോഷൻ സ്റ്റഡിയും നമ്മുടെ ഗിൽബർത്തിൻ്റെതാണ്, ഗിൽബർത്തിൻ്റെതാണ്. സോ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫെയർ ഡേയ്സ് ടാസ്ക് ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ അതിനെ കുറിച്ച് പറയുന്നതാണ് FW Taylor, ഓഫൺ റെഫർ ടു ആസ് എ ഫാദർ ഓഫ്, അടുത്ത ചോദ്യത്തിന്റെ ഇവിടെ കിടപ്പുണ്ട്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് FW Taylor. Made several significant contributions to the field of management and industrial engineering. So one of his key concepts was the fair day's work, or fair day's task, which emphasized that workers should receive fair compensation for their efforts and that management should ensure that workers are capable of completing a certain amount of work within a standard work day. So fair days work എന്താണ് ഫെയർ ഡേയ്സ് വർക്ക് അല്ലെങ്കിൽ ഫെയർ ഡേയ്സ് ടാസ്ക് എന്ന് പറയുന്നത്? നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട്, ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഒരു വർക്കർ ഇത്ര ജോലി ചെയ്യണം എന്നുള്ളൊരു കാര്യം. ആ ജോലി ചെയ്താൽ മാത്രം പോരാ, അവന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫെയർ ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത്. സോ അത് ആരതാണ് എന്നാണ് ചോദ്യം. സോ നമ്മുടെ FW Taylorന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഫെയർ ഡേയ്സ് ടാസ്ക് എന്ന് ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫയോളിന്റെയാണ്, ഹെൻറി ഫയോളിന്റെയാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ തെർബ്ലിക് മൈക്രോമോഷൻ സ്റ്റഡി ഒക്കെ വരുന്നത് നമ്മുടെ ഗിൽബർത്തിൻ്റെതാണെന്നും കൂടി ഓർത്തു വെക്കുക. ഒരു ചെറിയ ന്യൂമറിക്കലാണ് അടുത്ത വരുന്നത്. So if the fixed cost is ₹4,000, variable cost per unit item is ₹16 and selling price is ₹21, then break even sales. So break even sales എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭവും ഉണ്ടാവുന്നില്ല നഷ്ടവും ഉണ്ടാവുന്നില്ല. ആ ഒരു സമയത്തെ സെയിലിനെയാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് FC ഇടാം, ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ പീസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ പീസ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാം അതിന്റെ അകത്തെടുത്ത് ഇട്ടാൽ മതി.
സോ ഇതിനകത്ത് നമുക്കുള്ള വാല്യൂ 4000 അല്ല, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, 4000 തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ പീസ് എന്ന് പറയുന്നത് 21 ആണെന്ന് അറിയാം. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 16 ആണെന്ന് അറിയാം. സോ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്, ഓൾറെഡി നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സെല്ലിംഗ് ഈ പറഞ്ഞ ആൻഡ് വേരിയബിൾ കോസ്റ്റും ഈ പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് അല്ലെ, ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. സോ സെല്ലിംഗ് പ്രൈസ് പെർ പീസ് എന്ന് പറയുന്നത് 21 ആണ്. സോ അത് ജസ്റ്റ് ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 800 ആയിട്ടാണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷൻ അറിയാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, 800 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവുന്നില്ല, നഷ്ടം ഉണ്ടാവുന്നില്ല, ആ സമയത്ത് എത്ര പ്രോഡക്ട്സ് വിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഞാൻ ഇതേ കാര്യം തന്നെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ സെയിൽസ് വി ഹാവ് ദിസ് ഇക്വേഷൻ, ദെൻ ഗിവൺ വാല്യൂസ് എല്ലാം ഇതാണ്. സോ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്. സോ റുപ്പീസ് 800 ആണ്. വിച്ച് വൺ ഈസ് ആൻ ആട്രിബ്യൂട്ട്? അപ്പം നമ്മൾ പഠിച്ചതാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. QA/QC പഠിച്ചപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് എന്താണ്, വേരിയബിൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോ ഈ ഓപ്ഷനിൽ കിടക്കുന്ന ഹൈറ്റ്, വെയിറ്റ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു വേരിയബിൾ ആണ് അല്ലെ. നമുക്കറിയാൻ പറ്റും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ സെന്റിമീറ്റർ ആണ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ കിലോഗ്രാം ആണ്. സോ അതൊക്കെ വേരിയബിൾസ് ആണ്. പിന്നെ സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് നമ്മുടെ എന്താ പറയാ, ഫസ്റ്റ് നമ്മളൊരു വ്യൂ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്നു. ഇപ്പോ ഈ പറഞ്ഞ പോലെ നല്ല ഗ്ലോ ഉണ്ട്. സോ അതുപോലെ കാര്യങ്ങളൊക്കെയാണ് ആട്രിബ്യൂട്ട് ആയിട്ട് പറയുക. സോ ഇതിന്റെ ആൻസർ വരുന്നത് സർഫസ് ഫിനിഷ് ആണ് ആൻസർ. ഓക്കെ, so which one is an attribute? An attribute is a characteristic or feature of an object or entity. So ഒരു ഫീച്ചർ, അതിന്റെ ഒരു ഫീച്ചർ ആണ് ഈ പറഞ്ഞ സർഫസ് ഫിനിഷ് എന്ന് പറയുന്നത്, ഒരു ഫീച്ചർ ആണ്. സോ അതിനെയാണ് നമ്മൾ അട്രിബ്യൂട്ട് ആയിട്ട് പറയാം. സോ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു QA/QC പഠിച്ചപ്പോൾ നമ്മൾ വേരിയബിൾസ് ആൻഡ് അട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചായിരുന്നു, കൺട്രോൾ ചാർട്ട് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്താണ് നമ്മൾ പറഞ്ഞത്. സോ അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ചോദ്യം. Now അടുത്ത ക്വസ്റ്റ്യൻ, ഗാണ്ട് ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ. അപ്പൊ ഗാണ്ട് ചാർട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, ഇത് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പഠിക്കത്തേ ഉള്ളൂ. സോ നമുക്ക് ജസ്റ്റ് എന്താണ് ഗാണ്ട് ചാർട്ട് എന്ന് നോക്കിപ്പോവാം. കാരണം നിങ്ങളുടെ സിലബസിലുള്ള ഒരു കാര്യം തന്നെയാണ്, അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ആൻസർ വരുന്നത് 19ന്റെ ആൻസർ വരുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഗാണ്ട് ചാർട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. Okay, so Gantt charts are mainly used to allocate resources to activities. The resources allocated to activities include staff, hardware, software. Then Gantt charts are useful for resource planning. Okay, this is a production schedule. Gantt chart is a special type of bar chart where each bar represents an activity. This chart lists the tasks to be performed on the vertical axis and time interval on the horizontal axis. The bars are drawn along a timeline. The length of each bar is proportional to the duration of the time planned for the corresponding activity. So വായിച്ചു നോക്കിയ സമയം കളയണ്ട, ഞാൻ നേരെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഗാണ്ട് ചാർട്ട് എന്ന് പറയാം. നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ ചില ആക്ടിവിറ്റി കാണാൻ പറ്റില്ലേ. ആക്ടിവിറ്റി നമ്പർ A, ആക്ടിവിറ്റി B, ആക്ടിവിറ്റി C, 3 ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റി A സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. 0 നമ്മൾ ടൈം തുടങ്ങി, ഫസ്റ്റ് മിനിറ്റ്, സെക്കൻഡ് മിനിറ്റ് ആയി, 1 hour ആയി. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് A എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. A സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, 1 മണിക്കൂർ ടൈം, ചിലപ്പോൾ ഇത് അവറിലായിരിക്കാം, ചിലപ്പോൾ ഇത് മിനിറ്റിലായിരിക്കാം, ചിലപ്പോൾ ഇത് ഡേയിലായിരിക്കാം, എങ്ങനെ വേണോ ആവാം. സോ ഞാനിവിടെ അവർ ആയിട്ട് എടുക്കുന്നു, ടൈം ഹവറിൽ എടുക്കാന്ന് വെച്ചു. സോ 1 hour കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആക്ടിവിറ്റി B സ്റ്റാർട്ട് ചെയ്തു. സോ എനിക്ക് കൃത്യമായിട്ട് ഗാണ്ട് ചാർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും A എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ആവാം, ചിലപ്പോൾ ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും. സോ ആ A എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ B എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. ഇനി A കഴിഞ്ഞ് B സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, C സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോ ബിയുമായിട്ടൊരു ബന്ധം സിക്ക് കാണില്ല, പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. A സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എയുടെ പ്രോസസ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആര് സ്റ്റാർട്ട് ചെയ്യണം, C സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1, 2, 3 3 മണിക്കൂറിൽ തീരണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഗാണ്ട് ചാർട്ട്. എന്താണ് വിഷ്വൽ ഡിസ്പ്ലേ ഓഫ് ദ ഹോൾ പ്രോജക്ട്. അപ്പൊ ആ പ്രോജക്ട് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും.
പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും അവസാനം വന്ന സി മൂന്നാമത്തെ മണിക്കൂറിൽ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാമത്തെ മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 6 മണിക്കൂർ ആയപ്പോ നമ്മുടെ ബി എന്ന പ്രോസസ്സ് ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് സി എന്ന് പറയുന്ന ആക്ടിവിറ്റി 8ാമത്തെ മണിക്കൂറിൽ ഫിനിഷായി. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിന്റെ അകത്ത് മനസ്സിലായി. സോ ടൈം ലൈൻസ് ആൻഡ് ഡെഡ് ലൈൻസ് ഓഫ് ഓൾ ടാസ്ക്. എ എന്ന് പറയുന്ന ടാസ്കിന്റെ ടൈം ലൈൻ അത് എപ്പോ സ്റ്റാർട്ട് ചെയ്തു എപ്പോ എൻഡ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലായി. ബിന്റെ കാര്യം മനസ്സിലായി, സിന്റെ കാര്യം മനസ്സിലായി. സോ അത് നമുക്ക് മനസ്സിലാവും. റിലേഷൻഷിപ്പ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ ദ വേരിയസ് ആക്ടിവിറ്റീസ്. സോ റിലേഷൻഷിപ്പ് അല്ലെ, എ സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞാൽ ബി സ്റ്റാർട്ട് ചെയ്യണം. സോ അവിടെ ഒരു റിലേഷൻ ഉണ്ട്. പിന്നെ എനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബി ഉള്ളത്. സോ അത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്രോജക്റ്റിന്റെ പല പല ഫേസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഗാണ്ട് ചാർട്ട് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. സോ ഗാണ്ട് ചാർട്ട് ഈസ് യൂസ് ഫോർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഇപ്പൊ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാണ്ട് ചാർട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കാം. Now, job evaluation is the method of determining the എന്താണ് ജോബ് ഇവാലുവേഷൻ? ഒരു വർക്ക് ചെയ്യുന്നു, ആ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നു, അത് തന്നെയാണ് ജോബ് ഇവാലുവേഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി ഈ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് വാല്യൂ ഓഫ് ഓവറോൾ പ്രൊഡക്ഷൻ, ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അതിലോട്ട് പോവാം. പക്ഷെ അതല്ല ആൻസർ. വർക്കേഴ്സ് പെർഫോമൻസ് ഓൺ ദ ജോബ്, അതും അല്ല ആൻസർ. വർത്ത് ഓഫ് ദ മെഷീൻ, അത് ഒരിക്കലും അല്ല. ഇതിന്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത് റിലേറ്റീവ് വാല്യൂസ് ഓഫ് ദ ജോബ് ആണ്. റിലേറ്റീവ് വാല്യൂസ് ഓഫ് ദ ജോബ്. അപ്പൊ എന്താണ് ജോബ് ഇവാലുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ജോബ് ഇവാലുവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ വാല്യൂ ഓഫ് ജോബ്സ് ഇൻ എ ജോബ് ഹൈറാർക്കി. ഒരു വർക്കറിൽ നിന്ന് പണിയെടുക്കുന്നു, അവനൊരു പണി ചെയ്തു, ഒരു ജോബ് അല്ലെ, ഒരു ജോബ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ആ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ജോബിനെ വാല്യൂ ചെയ്യണം നമ്മൾ. അത് എന്തോരം പെർഫെക്റ്റ് ആണ്, എത്രത്തോളം നല്ലതാണെന്നുള്ളത് വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്ത് കഴിഞ്ഞാലേ അവന് പൈസ കൊടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം job value may be determined by negotiation or fixed on the basis of broad assumptions about market rates and internal relatives. അതൊന്നുമില്ല. Then a job evaluation is a comparative process. ഈ കമ്പയർ ചെയ്ത് നോക്കുക. ഒരു പ്രോഡക്റ്റ് ഒരാൾ ഉണ്ടാക്കി, വേറൊരു പ്രോഡക്റ്റ് വേറൊരാൾ ഉണ്ടാക്കി. സോ അത് കമ്പയർ ചെയ്ത് നോക്കുക. അത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതാണ് ആക്ച്വലി, അതിനാണ് ഒരു കമ്പാരിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ പേ സ്ട്രക്ചേഴ്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി. സോ എന്റെ ആദ്യത്തെ വർക്കർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേ സ്ട്രക്ചർ ഞാൻ ഡിറ്റർമിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ജോബിനൊരു പ്രൈസ് നമ്മൾ ഇടും, പ്രൈസ് ടാഗ് ഇടും. സോ അതാണ് നമ്മുടെ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ചോദ്യത്തിലോട്ട് പോകും. ജോബ് ഇവാലുവേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് വാല്യൂസ് ഓഫ് എ ജോബ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ അകത്ത് വേറൊരു ടേം കൂടെ ഉണ്ട്. ഈ ടേം ഞാൻ ഇതിനകത്ത് ഇടാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ കൺഫ്യൂസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്, പെർഫോമൻസ് അപ്രൈസൽ. അപ്രൈസൽ എന്നുള്ള വാക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുക ആരെയോ പൊക്കി പറയുന്നു, എന്തോ അങ്ങനെ എന്തോ ആണ് എന്നാണ് വിചാരിക്കുക. പക്ഷെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അതല്ല. ഈസ് ദ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ. ഒരു ഇവാലുവേഷനെ പറയുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ ഓഫ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ എബിലിറ്റീസ് ഓഫ് പേഴ്സൺ ഫോർ ഫർദർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു എന്താ പറയാ, ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു കമ്പനിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴോ, ക്വാർട്ടർലിയോ, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ, ഒരു കൊല്ലം കൂടുമ്പോഴോ ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. അതായത് നമ്മുടെ വർക്കർമാരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എന്താ, ജോബ് ഇവാലുവേഷനിൽ ഇവാലുവേറ്റ് ചെയ്ത് എന്താ, ആ ചെയ്ത വർക്കിനെയാണ് ഇവാലുവേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പണിക്കാരെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മുടെ വർക്കേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അവരെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് അവൻ ഒരു മാർക്ക് കൊടുക്കും, അവന് ഇത്രയും അവൻ പെർഫെക്റ്റ് ആണ്, അവന് ഒരു റേറ്റിംഗ് കൊടുക്കും. സോ അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. ഓക്കെ, സോ ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ എന്നുള്ള കാര്യം ഓർക്കുക. റിവ്യൂവിംഗ് ആൻഡ് അസസിംഗ് ദ പെർഫോമൻസ് അല്ലെ, പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്. So is done in systematic way, which are as follows. Superiors measure the pay of employees and compare the target and plans, and superior analyzes the factors behind the work performance of the employees. The employers are in a position to guide the employees for better performance. So ഇതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ഇതിൽ വരുന്നത്. ഇപ്പോൾ ജോബ് ഇവാലുവേഷനിൽ ജോബിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പെർഫോമൻസ് അപ്രൈസലിൽ നമ്മൾ പറയുന്നത് വർക്കറിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓർത്ത് നോക്കാം. Now, the main objective of scientific layouters. ഇപ്പൊ സയന്റിഫിക് ലേഔട്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ജസ്റ്റ് ഒന്ന് ഉത്തരങ്ങൾ വായിച്ചു നോക്കാം. ടു മിനിമൈസ് ദ പ്രൊഡക്ഷൻ ഡിലേസ്. ശരിയാണ്, പ്രൊഡക്ഷൻ ഡിലേസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സയന്റിഫിക് ലേഔട്ട് യൂസ് ചെയ്യുക. പ്രൊഡ്യൂസ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് ടു യൂട്ടിലൈസ് മാക്സിമം ഫ്ലോർ ഏരിയ. ഇപ്പൊ ഒരു എന്താ പറയാ, ഈ സയന്റിഫിക് ലേഔട്ട് പല ലേഔട്ടൊക്കെ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പൊ ഈ ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട്, പ്രോസസ് ലേഔട്ട്, പ്രോഡക്റ്റ് ലേഔട്ട് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ മെയിൻ ഉപയോഗം എന്താണ്? പ്രൊഡക്ഷൻ ഡിലേ കുറയ്ക്കുക,
ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കുക, മാക്സിമം ഫ്ലോർ ഏരിയ എന്താ പറയാ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഒരു കമ്പനിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല സ്ഥലത്ത് പല മെഷീൻസിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലോർ ഏരിയ അത് എടുക്കും. സോ അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതും അതൊക്കെ സയന്റിഫിക്കലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ദ എബവ് ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ടു ബെറ്റർ ക്വാളിറ്റി, ഓക്കെ, അതൊക്കെ തന്നെയാണ്. ഇനി കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പ്രോപ്പർ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ഫ്ലോർ സ്പേസ്. അപ്പൊ നമ്മുടെ മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി എല്ലാ മെഷീൻസിനെയും വർക്ക് ചെയ്യിക്കുക, ഒന്നിനെ ഐഡിയലാക്കി ഇരുത്താതിരിക്കുക. ദെൻ പ്രോപ്പർ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫ്ലോർ സ്പേസ്, അല്ലെ, ഈ ഫ്ലോറിന്റെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കുക. ടു പ്രൊഡ്യൂസ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ്. Then to reduce the material handling cost, then transportation of work from one point to another point without any delay, reduce accidents. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൃത്യമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ ഈസി ആയി. ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കുക. പ്രൊവൈഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി, ആക്സിഡൻസ് കുറച്ചാൽ എംപ്ലോയി സേഫ്റ്റി വരും. ദെൻ പ്രൊവൈഡ് വോളിയം ആൻഡ് പ്രൊഡക്റ്റ് flexibility, provide ease of supervision and control and improve productivity, allow easy maintenance of machine and plant. സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ സയന്റിഫിക് ലേഔട്ടിന്റെ ചില എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Now, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ഇൻ മൈക്രോ മോഷൻ സ്റ്റഡി തെർബ്ലിക് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ. തെർബ്ലിക് നമ്മൾ പഠിച്ചായിരുന്നല്ലേ, തെർബ്ലിക് നമ്മൾ കുറെ സൈൻ, കുറെ ഇതുപോലെ കണ്ണ് പോലത്തെ സൈൻ, അതുപോലത്തെ കുറെ സിമ്പിൾസും പിന്നെ അതിന്റെ കളേഴ്സും ഒക്കെ പഠിച്ചായിരുന്നു. സോ അതിനെങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇതുപോലെ സ്റ്റാൻഡേർഡ് സിമ്പിൾ ആൻഡ് കളർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ അന്ന് പഠിച്ച സമയത്ത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, മൈക്രോ മോഷൻ സ്റ്റഡിയിൽ തെർബ്ലിക് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ സ്റ്റാൻഡേർഡ് സിമ്പിൾ ആൻഡ് കളർ. മൈക്രോ മോഷൻസ് എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ്, മൈക്രോ മോഷൻ സ്റ്റഡിയിൽ വരുന്നതാണ് തെർബ്ലിക്. ഓക്കെ, ഇതിന്റെ അകത്ത് മൈക്രോ മോഷൻ സ്റ്റഡി തെർബ്ലിക് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തെർബ്ലിക്കിനെ നമ്മൾ നോട്ടിഫൈ ഒക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് സിമ്പിൾസും കളേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ പെട്ടെന്ന് ചാടി കയറി ഓപ്ഷൻ എയിലോട്ട് പോകരുത്, അതല്ല ഉത്തരം. സ്റ്റാൻഡേർഡ് സിമ്പിൾ ആൻഡ് കളർ വെച്ചിട്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. മൈക്രോ മോഷൻ സ്റ്റഡിയെ കുറിച്ച് പറയുന്നത് സെറ്റ് ഓഫ് ടെക്നിക് intended to divide the human activities in a group of movements or micro motion called terblics. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെയും പറഞ്ഞ് അല്ലെ, ഗിൽബർത്തിന്റെ ആണ് എന്ന് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ഗിൽബർത്തിന്റെ ആണ് മൈക്രോ മോഷൻ സ്റ്റഡി എന്നുള്ള കാര്യം. ഫ്രാങ്ക് ഗിൽബർ who considered that an operation consists of minute elements which may be repetitive or non-repetitive. So he termed these elements as terblics. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. തെർബ്ലിക് എന്ന് പറയുന്നത് ഈ വാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്, ഗിൽബർട്ട്. TH ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായിച്ചാൽ മതി, അപ്പോഴാണ് തെർബ്ലിക് ആവുക അല്ലെ. നമ്മളെ ഗിൽബർത്തിന്റെ അതേ പേര് തന്നെയാണ്, ജസ്റ്റ് ജമ്പിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോ ഇതിന്റെ അകത്ത് TH ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് തിരിച്ചു വായിച്ചാൽ മതി, അത് ഗിൽബർട്ട് ആവും അല്ലെ. GILBERTH, ഗിൽബർട്ട്. സോ അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പർപ്പസ് ഓഫ് മൈക്രോ മോഷൻ സ്റ്റഡി, എന്താണ് മൈക്രോ മോഷൻ സ്റ്റഡിയുടെ പർപ്പസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി വായിച്ച് സമയം കളയുന്നില്ല, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മൈക്രോ മോഷൻ സ്റ്റഡി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ടൈം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. അഡ്വാൻറ്റേജസും നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇതും വായിച്ച് സമയം കളയുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. Now, micro motion study involves following number of fundamental hand motions. So, micro motion study എന്താന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന് നമ്മളെ ഹാൻഡിന്റെ മൂവ്മെന്റും മറ്റുമൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഈ സ്റ്റഡി ചെയ്യുന്ന ടൈമില് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഹാൻഡ് മോഷൻസിന്റെ എത്ര ഹാൻഡ് മോഷൻസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, എത്ര ഫണ്ടമെന്റൽ ഹാൻഡ് മോഷൻസ് ഉണ്ട് എന്നാണ്. അതിന് ആൻസർ വരുന്നത് ബി ആണ്. 16 നമ്പേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മൈക്രോ മോഷൻ സ്റ്റഡിയിൽ ഹാൻഡ് മോഷൻസ് 16 എണ്ണമാണ്. സോ മൈക്രോ മോഷൻ സ്റ്റഡി അതിനെ കുറിച്ച് ചെറിയൊരു നോട്ട്, നമ്മൾ കണ്ട കാര്യം തന്നെയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. 16 ഫണ്ടമെന്റൽ ഹാൻഡ് മോഷൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ തെർബ്ലിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സിമോ ചാർട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗിൽബർട്ട് ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, തെർബ്ലിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലോ ഡയഗ്രാം പഠിച്ചായിരുന്നു അല്ലെ. ഫ്ലോ ഡയഗ്രാം പഠിച്ചായിരുന്നു. ഇൻഡിക്കേറ്റ് ദ മൂവ്മെന്റ്സ് വൈൽ ദ വർക്ക് ഈസ് ബീങ് അക്കംപ്ലിഷ്ഡ്. ഫ്ലോ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അപ്പൊ അത് പറയുന്നില്ല. ഒരു വർക്ക് അല്ലെ, ഒരു വർക്ക് ചെയ്തു വേറൊരു വർക്കിലോട്ട് എത്തി, അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ഫ്ലോ ഡയഗ്രാം എന്ന് പറയാം അല്ലെ. ഇൻ മാനുഫാക്ചറിംഗ് ഷോപ്പ് ദർ ഇസ് എ മൂവ്മെന്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ, അതിനെയാണ് ഫ്ലോ ഡയഗ്രാം ആയിട്ട് പറയുന്നത്. പിന്നെ ഫ്ലോ പ്രോസസ് ചാർട്ട് നമുക്ക് മാന്റെ ഫ്ലോ ആയിട്ട് പറയാം, മെറ്റീരിയലിന്റെ ഫ്ലോ ആയിട്ട് പറയാം, അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ ഫ്ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ 200 പ്രോസസ് ഫ്ലോ ചാർട്ട് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. രണ്ട് കൈകളുടെ മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞ 200 പ്രോസസ് ചാർട്ട്. ദെൻ ഗ്യാങ് പ്രോസസ് ചാർട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മൂവ്മെന്റ് അല്ലെ. ഈസ് അനദർ ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ട് ദാറ്റ്
portrays the relationship of the activities carried out by the different members of a group with respect to one another while doing a job. Okay, fine. So അതിന്റെ aim എന്ന് പറയുന്നത് എന്താണ്? The gang chart is to reduce ideal and ineffective time and to improve the efficiency of gang operation. Now, what does the symbol O imply on work study? So work study O എന്ന് പറയുന്ന സിമ്പൽ എന്താണ് കാണിക്കുന്നത്? നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു അല്ലെ, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷൻ എന്താ പറയാ, ഓപ്പറേഷൻ എന്താ പറയാ, ഡിലേ എന്താ പറയാ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറയാൻ ഞാനൊരു കോഡ് പറഞ്ഞു തന്നായിരുന്നു. നമ്മൾ എന്താ പറയാ, നമ്മൾ TV അമ്പയർക്ക് നമ്മൾ ഗ്രൗണ്ട് അമ്പയർ അല്ലെ, നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ സിമ്പൽ കൊടുക്കും, അത് ആണ്. അപ്പൊ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ പോലെയാണ് നമ്മുടെ ഇൻസ്പെക്ഷൻ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ആരോ ആയിരിക്കും, ഒരു ആരോ ആണ് ട്രാൻസ്പോർട്ടേഷൻ. ഓപ്പറേഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് O എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. ഡിലേ എന്ന് പറയുന്നത് D വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി നമ്മൾ പഠിച്ചായിരുന്നു, സ്റ്റോറേജ് അല്ലെ, സ്റ്റോറേജും കൂടെ പഠിച്ചായിരുന്നു. സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരിക്കലും ട്രയാങ്കിൾ അല്ല, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സ്റ്റോറേജ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഓപ്ഷനിൽ ട്രയാങ്കിൾ ഉണ്ടാവും, ഇൻവേർട്ടഡ് ട്രയാങ്കിളും ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഷേപ്പ് ഓർമ്മ വന്നിട്ട് ട്രയാങ്കിൾ എന്ന് മാർക്ക് ചെയ്യരുത്, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അത് തന്നെയാണ് ഒന്നും കൂടി കാണിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ അല്ലെ, O ആയിട്ട് സിമ്പൽ ആണ്. ഇൻസ്പെക്ഷൻ ഇങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയാണ്, ഡിലേ അല്ലെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് എന്ന് കൂടി ഓർത്തു വെക്കുക. സ്റ്റോറേജ് വന്നിട്ട് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്, ടെമ്പററി സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ D വെച്ച് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതും കൂടെ ഓർത്തു വെക്കുക. ദെൻ ഓപ്പറേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ, ഓപ്പറേഷനും ചെയ്യുന്നുണ്ട് ഇൻസ്പെക്ഷനും ചെയ്യുന്നുണ്ട്, അതിങ്ങനെ. ദെൻ ഓപ്പറേഷൻ കം ട്രാൻസ്പോർട്ടേഷൻ, ഓപ്പറേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്, അത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Now, work study is mainly aimed at, work study എന്തിനാണ് മെയിൻലി എയിം ചെയ്യുന്നത്, എന്തിനാണ് എന്നാണ്. So determining the most efficient method of performing a job, അത് പാർഷ്യലി ശരിയാണ്. Establishing the minimum time of completion of job, അതും ശരിയാണ്. Developing the standard method and standard time of job, അതും ശരിയാണ്. Economizing the motions involved in the on the part of the workers while doing a job, അതില്ല. ഇതിന്റെ അകത്ത് 3 ആൻസർ വരുന്നുണ്ട്. നോക്കി, ഒന്നിനെയും രണ്ടിനെയും കൂടെ ആഡ് ചെയ്താണ് 3 എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡെവലപ്പിംഗ് ദ സ്റ്റാൻഡേർഡ് മെത്തേഡ്. എന്താണ് മെത്തേഡ് എന്നും എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്നും. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്, മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തതിന് ടൈമിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ മിനിമം ടൈം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റാണ്. മിനിമം ടൈം അല്ല, സ്റ്റാൻഡേർഡ് ടൈമാണ്. ഓക്കെ, അപ്പോ ഡെവലപ്പിംഗ് ദ സ്റ്റാൻഡേർഡ് മെത്തേഡ്, ഇവിടെ എഫിഷ്യന്റ് മെത്തേഡ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അതല്ല. കീ വേർഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെത്തേഡും സ്റ്റാൻഡേർഡ് ടൈമും. സോ ഇതിന്റെ ആൻസർ വരുന്നത് C ആണ്. ഓക്കെ, വർക്ക് സ്റ്റഡി ഈസ് മെയിൻലി എയിംഡ് അറ്റ് ഡെവലപ്പിംഗ് ദ സ്റ്റാൻഡേർഡ് മെത്തേഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് എ ജോബ്. So work study is one of the most powerful tools in improving productivity. So as the systematic examination of methods of carrying out an activity to improve the effective use of resources to set up standards of performance. So work study simplifies a job to reduce unnecessary or excess work, wasteful use of resources, and sets up a standard time for performing that job. Okay, fine. So work study നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയാണ് കിടക്കുന്നത്. Job, how a job should be done, that is motion study അല്ലെങ്കിൽ method study അല്ലെ. Then how much time a job should take for the completion, അത് ടൈം സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് മെഷർമെന്റിൽ വെച്ചിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നത്. സോ ഡെവലപ്പിംഗ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദ ജോബ് ആണ് ഇതിന്റെ അകത്ത് ഉത്തരമായിട്ട് വരുന്നത്. വർക്ക് സ്റ്റഡി ഈസ് മെയിൻലി എയിംഡ് അറ്റ്. സോ നിങ്ങൾക്ക് 7 മണിക്ക് വരെ ക്ലാസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. സോ ഐ എം സ്റ്റോപ്പിംഗ് നൗ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടി നോക്കാം. ഓക്കെ, ഞാൻ ക്വിറ്റ് ആയിക്കോട്ടെ. ഹലോ, is it clear to you? Okay, sir. ഇതാണോ നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് എനിക്ക് അറിയില്ല. എനിവേ, my time is over, so I'm going to leave the meeting. So if you have any doubts, you can ask. Otherwise, I will leave. Sorry, process layout ഒന്നുകൂടെ ഒന്ന് പറയാമോ? Okay. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ ഇതുവരെ പ്രിപ്പറേഷൻ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് PSC ഇന്റൻസീവ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം ഇന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസുകൾ,
live interactions, full syllabus based capsule notes and other study materials in PDF format. 5000-ലധികം topic wise multiple choice questions with detailed explanation. 20ഓളം PSC model mock ടെസ്റ്റുകൾ, doubt clearance and mentorship, interview guidance എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. അതും വെറും 699 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.